കൊള്ളിയും ബീഫാണ് ആദ്യമായിട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുവിൻ്റെ ഒരു താപ്പിയൊക്ക മഴപ്പ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുവിൻ്റെ തന്നെ നമുക്കൊരു പച്ച ബീഫ് കിട്ടും. പച്ച ബീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം, അതായത് നമ്മുടെ കുട്ടൻ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കണം കുട്ടനില്ലേ, കുഞ്ഞിക്കുട്ടൻ, അവനാണിത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇഞ്ചി, പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കറിവേപ്പില. ഉള്ളിക്കറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൊള്ളി അങ്ങോട്ട് കട്ട് ചെയ്യും. കൊള്ളിനെ കട്ട് ചെയ്തിട്ട് എന്താ കൊള്ളീനെ എന്തല്ല ഇങ്ങനെ നമ്മൾ വലിയ പീസാക്കിയിട്ട് തന്നിട്ടുണ്ടാവും. ഈ വലിയ പീസാക്കി തന്ന കൊള്ളിനെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെറിയ പീസായിട്ട് ഇങ്ങനെ ആയിരിക്കും. കൊള്ളി ഉണ്ടല്ലോ, കൊള്ളി ഇന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കഴുകിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇങ്ങനെ ഇടാണ്. കുക്കറിൽ അതിന് ശേഷം നമ്മൾ ഇത്തിരി ഉപ്പ്, ഇങ്ങനെ ഇത്തിരി ഉപ്പ്, ഇത്തിരി മഞ്ഞപ്പൊടി അങ്ങനെങ്ങോട്ട് കൊള്ളിക്ക് നല്ല ഫ്ലേവർ മണം വരാൻ വേണ്ടിയിട്ട് നമ്മൾ 2 അല്ലി വെളുത്തുള്ളി നമ്മളിങ്ങനെ കുറുന്ന് വെച്ചിട്ടുണ്ടായിട്ട് ആ സാധനം എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, നല്ല ചൂട് ആവി കുറക്കുന്ന വെള്ളം പകുതി അങ്ങോട്ട് ഒഴിക്കും. കറക്റ്റ് കൊള്ളില്ല. അപ്പോൾ മൂടി 2 കുലുക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് നേരെ പാടാൻ 5-6 വിസിലടിക്കട്ടെ. അപ്പോൾ നല്ല വെന്ത് കുഴകുഴാവുന്ന സമയത്ത് ഈ സമയത്ത് നമ്മൾ സബോള എടുത്ത് കട്ട് ചെയ്യാം. സബോള കട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നടുവ് മുറിക്കുക, സാധനത്തിലേക്ക് വൈലറ്റ് സബോള. ഇവൻ നമ്മളെ കരയിപ്പിച്ച് കൊല്ലും. അവനത് ആള് ഭയങ്കര സീനാണ്. ഇവൻ കരയിപ്പിക്കുക എന്ന് വെച്ചാൽ കൊടുക്കത്തെ കരയിപ്പിക്കലാണ് അവനെ. അവനെന്താ എന്നോട് ശത്രുക്കളാണ് നമുക്ക് നീര് സൾഫർ ചൂറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തക്കാളീനെ മുട്ട കൊണ്ട് പൊട്ടിച്ച് തൂറാകഞ്ഞ് വെച്ചിട്ട് അരിയ. നമ്മളിങ്ങനെ ഒന്ന് അരിഞ്ഞിടാം, കുരു വെച്ചിട്ട് അരിഞ്ഞിടാം. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നമ്മൾ ഉള്ള മിളകുണ്ട് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാൽ നമ്മൾ കുറച്ച് മിളകും ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത് അരിഞ്ഞ ഐറ്റംസ് മൊത്തത്തിൽ. ഇത് നമ്മുടെ കൊള്ളിയിരിക്കും അതും നമ്മുടെ ബീഫിലേക്കുള്ളത് കൂടിയിട്ടുള്ള സാധനങ്ങളാണ്. ഓഫാക്കിയിട്ട് നമ്മളിപ്പോൾ കപ്പ വെന്തോന്നുള്ളത് നോക്കാൻ പോകണം. ഇനി നമ്മൾ പിന്നെ കുക്കർ തുറന്ന് നോക്കുകയാണ്. കുക്കർ തുറന്ന് നോക്കുമ്പോൾ ഉണ്ടാകുക നല്ല മഞ്ഞ രീതിയിൽ ഇത് പിടിച്ചിരിക്കണം. നമ്മൾ ഈ ഇതിൽ ആദ്യം വെച്ച വെള്ളമില്ലേ, അത് കുറച്ചും കൂടി ഊറ്റിക്കളയും. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഫ്രോസൺ കപ്പയാണുള്ളത്, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ ചൂടുവെള്ളം അങ്ങോട്ട് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ 2 വിസിൽ അടുപ്പിക്കും. ഫ്രൈൻ അങ്ങോട്ട് വെക്കും. അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കൂടുതലായി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചൂടായി വരുമ്പോഴേ നമ്മൾ കുറച്ചങ്ങോട്ട് വെളിച്ചെണ്ണ വയ്ക്കും. കടുക് അങ്ങനെ നമ്മുടെ കടുകിനെ അങ്ങനെ കുറച്ച് പൊട്ടിത്തെറിച്ച് പ്രശ്നമാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സബോള രീതിയിൽ ഇങ്ങനെ വഴറ്റി ഒരു ബ്രൗൺ കളറുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ അളവിൽ കുറച്ചുണ്ട് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഒന്നും കൂടി മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ വെളുത്തുള്ളി ഒരു 2 അരി വെളുത്തുള്ളി ഇട്ടിട്ടുള്ളൂ. അങ്ങനെ സ്മെല്ല് പിടിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഗ്യാസ് പറയും, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞ് പണ്ടാറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവനെടുത്ത് തുറക്കുമ്പോൾ അങ്ങനെ പുകയുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇവനങ്ങോട്ട് ഉപയോഗിക്കും. ഇളക്കി ഇത് ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ശരി. ഇതിൻ്റെ ഒപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കപ്പപ്പൊടി, ആവി കുറക്കുന്ന കപ്പ. ഇതാണെങ്കിൽ നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് സാധനം എടുക്കാം. നല്ല കപ്പ ഇനി നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റാണ്. ബീഫ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന നമ്മുടെ കപ്പനെ മാറ്റിക്കിന് നമ്മൾ അടുപ്പൊന്നും കൂടി കത്തിക്കിന് സെയിം കുക്കർ തന്നെ വയ്ക്കുന്നു. നമ്മുടെ കുക്കർ നമ്മൾ ചൂടായി വരുമ്പോൾ
കുറച്ചും കൂടി വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് വെളിച്ചെണ്ണ അങ്ങനെ നന്നായി ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടാണ് 2 കടുകെടുത്ത് നമ്മൾ കടുക് പൊട്ടിച്ച് കടുക് നന്നായി കൂട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഇതിൽ നിന്ന് സവോള കുട്ടൻ ബീഫ് എന്ന് പറഞ്ഞാൽ ചെറിയ ബീഫാണ്. മറ്റേ കുഞ്ഞ് കൂട്ടി അപ്പോൾ അങ്ങനെ നല്ല സോഫ്റ്റ് ഇറച്ചിയായിരിക്കും. ഇതാണ് നമ്മുടെ ബീഫ്. ഇത് നല്ല കുട്ടൻ ബീഫ് നല്ല അരിഞ്ഞ് നല്ല ക്ലീൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് നമ്മൾ കൂട്ടിയിട്ടിട്ട് നമ്മൾ അരയ്ക്കാൻ പോവാണ്. നമ്മൾ മൊത്തത്തിൽ അങ്ങനെ എടുക്കുക. ഓരോ മൊത്തത്തിൽ നമ്മൾ കൂട്ടിയിട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരയ്ക്കുകയാണ്. അരയ്ക്കുകയാണ്. നമ്മളിത് അരയ്ക്കുന്നു. ഈ പേസ്റ്റ് ഉണ്ടോ നല്ല കുറുന്ന് ചിരിക്കുന്ന പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ നമ്മളെ തക്കാളി നമ്മൾ അടുത്തായിട്ട് അരച്ചെടുക്കാൻ പോവാം. അടുത്തത് നമ്മൾ തക്കാളിനെ നമ്മളിങ്ങനെ എടുക്കും, ലൂസാക്കുന്നു. തക്കാളി ഇടുന്നു. തക്കാളി നമ്മൾ ഇടാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മളിപ്പോൾ ഒരു 2 സ്പൂണ് മുളക് പൊടി ഇടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടി ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഇടുന്നത് നമ്മുടെ ഗരം മസാലയാണ്. ഗരം മസാല കുറച്ചുകൊണ്ട് ഇട്ടു. പിന്നെ നമ്മുടെ സ്പെഷ്യലി ബീഫിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നൊരു ബീഫ് മസാല നമ്മുടെ കൂട്ടണം. അതുകൊണ്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കും. അരച്ചു വെച്ച തക്കാളി പേസ്റ്റ് കൊണ്ട് ഒഴിച്ചെടുക്കും. ഫുള്ള രീതിയിൽ അങ്ങനെ മിക്സ് ചെയ്യും. ബീഫിലേക്ക് വേണ്ടത്രയ്ക്ക് ഉപ്പ്, ബീഫ് അതുകൊണ്ടല്ല ബീഫിലേക്ക് വേണ്ട കൂടിയുള്ള ശരിയായിട്ട് ഉള്ളിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നല്ല ബീഫ് ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ഇളക്കി നല്ല സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ കുക്കർ വെച്ച് ഒരു 5 വിസിലടിക്കുന്ന വരയ്ക്ക് നമ്മളിതിനെ വേവിക്കും. ഇപ്പോൾ വിസിലടിക്കുമ്പോൾ നല്ലൊരു നല്ല മണം വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 വിസിൽ കഴിഞ്ഞപ്പോൾ നമ്മളിത് ഓഫാക്കുക. ഗ്ലാസ് എടുക്കുക. ഗ്ലാസ്സിലേക്ക് ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ നാളികേരപ്പൊടി അതായത് നാളികേരപ്പാൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൗഡർ കുറച്ചും കൂടി ചേർക്കുക. ചൂട് വെള്ളം ഒഴിക്കുക. അങ്ങനെ കലക്കി വയ്ക്കുക. അങ്ങനെ കലക്കി വയ്ക്കാം. ഉള്ള പ്രഷർ കളഞ്ഞിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് ബീഫിനെ നമ്മളിങ്ങനെ തുറക്കണം. അപ്പോൾ നല്ല ബീഫ് കറി റെഡി. ബീഫ് ഇപ്പോൾ കറി ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കറിയിലേക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള നാളികേരപ്പാലുണ്ടല്ലോ, നാളികേരപ്പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. നാളികേരപ്പാൽ മൊത്തത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട്
വേപ്പല അങ്ങോട്ട് ഇടും. വീണ്ടും നമ്മൾ മൂടി വെച്ച് 5 വിസിൽ കൂടി അടുപ്പിക്കും. നമ്മൾ പിടിച്ചിട്ട് നല്ല കൂറു 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 എന്ന് വെച്ചിരിക്കണം. അങ്ങനെ എടുത്തിട്ട് ഇനി നമ്മുടെ കയ്യിൽ നല്ല കൂറു 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 എന്ന് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് പാൻ വെച്ച് അതിലേക്ക് നല്ല കൊള്ളി ഇടുക. കൊള്ളി ഇങ്ങനെ ഇട്ടിട്ട് ആ കൊള്ളി നമ്മളിങ്ങനെ ചെറപ്പറ ഇട്ടിട്ടൊന്ന് ഇടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മളിങ്ങനെ കുറച്ച് ബീഫ് കുറു കുറുന്ന് ഇരിക്കുന്ന ബീഫ് കറി ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി അവൻ്റെ മേലെ ഉണ്ടല്ലോ, അവൻ്റെ മേലെ കുറച്ച് കുരുമുളക് കൂടി ഇങ്ങനെ തൂണം. നല്ല ബീഫ് കറി വെച്ച് അങ്ങോട്ട് വെച്ചിട്ട് മേലെ കൂടെ കുറച്ചും കൂടി സംഭവം അങ്ങോട്ട് വെതറി ഈ സംഭവം ആക്കി നന്നായി അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കുറച്ച് അങ്ങോട്ട് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ബീഫ് പീസും കൂടി വെച്ച് ഇങ്ങനെ എടുത്തതിന് ശേഷം വാവ്, ഞാൻ വെച്ചുണ്ടാന്ന് പറയില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെച്ചുണ്ടാന്ന് പറയില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്.